ജമ്മു കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന വിഭജനത്തിന് ശേഷം 2021 ഒഴിവ് വന്ന 4 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. നിയമസഭ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 24 തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിൽ ഒഴിവുള്ള ഒരു രാജ്യസഭാ സീറ്റിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബസന്ത് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, അങ്ങനെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. എന്തൊക്കെയാണ് ഇനി നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചത്? ഒക്ടോബർ 24 ജമ്മു കാശ്മീരിലെ 4 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത്. 2021 ഈ 4 സീറ്റുകളും ഒഴിവ് വന്നത്. അതായത് 2019 സംസ്ഥാനം വിഭജിച്ച നടപടിക്രമത്തിന് ശേഷം സംസ്ഥാനത്ത് നിയമസഭ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ നിയമസഭ ഇല്ലായിരുന്നു. ഇപ്പോൾ നിയമസഭ നിലവിൽ വന്ന ഒരു സാഹചര്യത്തിലാണ്, ഇലക്ടറേറ്റ് നിലവിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗുലാം നബി ആസാദ് അടക്കം 4 പേരാണ് 2021 ഒഴിഞ്ഞത്. പക്ഷേ വിവിധ കാലയളവുകളിലായിട്ട്, അതായത് വ്യത്യസ്ത തീയതികളിലാണ് 2021 അവരെല്ലാം ഒഴിഞ്ഞത്, ഈ 4 പേരും. അപ്പോൾ 3 വ്യത്യസ്ത തീയതികളിലായിട്ടാണ് ഈ ഒഴിവ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് 3 വ്യത്യസ്ത വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചാബിലെ ഒരു സീറ്റിലും കൂടി ഒഴിവ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ജയ് അറോറയെ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സീറ്റിലേക്ക് ചിലപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ശരി ബസന്ത്, ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു.